എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പഴയകാല ഒരു ഐറ്റമാണ്. പഴയകാലം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കഴിച്ചു നല്ല ശീലമുള്ള ഒരു ഐറ്റമാണ് കുറുക്ക്. അപ്പോൾ കുറുക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് ശർക്കര ഉരുക്കാൻ വെക്കുകയാണേ. പിന്നെ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ റവ കൊണ്ടുള്ള കുറുക്കാണ് കേട്ടോ. റവ എന്ന് പറയുമ്പോൾ റവ മാത്രമല്ല, ഒരു കപ്പ് റവ എടുത്താൽ ഒരു അരമുക്കാൽ മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് മൈദപ്പൊടി കൂടി എടുത്ത് നമുക്ക് ഇന്ന് ഈ ഐറ്റം ഉണ്ടാക്കാവുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്ത് തുടങ്ങുവാണേ. ഓക്കെ. ശർക്കര ഉരുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 4 ഏലക്ക പൊടിച്ചതും ഒരു 1/2 ടീസ്പൂണോളം ചുക്ക് പൊടിയും ഇട്ടിട്ടുണ്ട്. ശർക്കര ഉരുകി പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചു മാറ്റാം. ശർക്കര ഉരുകിയത് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നമ്മുടെ കുറുക്കിന്റെ പരിപാടി നമ്മൾ തുടങ്ങിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു കലം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ റവയും മൈദയും അങ്ങനെ ഇടുകയാണേ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഒരു തേങ്ങ ചിരകി അത് പിഴിഞ്ഞ് പാലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇടപ്പാൽ തലപ്പാലൊന്നുമില്ല, ഒറ്റ പാലുള്ള ഒഴിച്ചു ഒഴിച്ചു. എന്നിട്ട് അതിലോട്ട് ഒരു സ്പൂണിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് നല്ലപോലെ യോജിപ്പിക്കുക. അപ്പോൾ കുറുക്കിൻ്റെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാകും. ഇനി ആവശ്യത്തിനുള്ള അല്പം വെള്ളം ഒഴിക്കുക. ഒന്ന് പൊക്കി ഏകദേശം വലിയ കുഴപ്പമില്ല. കുറുകി വരുമ്പോഴത്തേക്ക് ഒന്നുകൂടി കുറുകും. അത് ഇപ്പോൾ ചൂടാകും തോറും കുറുകി വരും. അപ്പോൾ നല്ലപോലെ വരട്ടെ. നല്ലപോലെ ഇളക്കുക. കട്ടയൊന്നും ഇല്ലാണ്ടാക്കരുത്. അപ്പോൾ അത് ഏകദേശം ഒന്ന് കലങ്ങി വന്നപ്പോഴേക്കും അതിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണേ. ഒഴിച്ച ശർക്കര നമ്മൾ പാനിയാക്കി വെച്ചിരുന്നത് അതിനകത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇളക്കുക ആവശ്യത്തിനുള്ള ഇളക്കുക. എന്നിട്ട് കളറും മധുരമൊക്കെ നോക്കിയിട്ട് ബാക്കി പറയാം. ഇത് ചെറുപ്പകാലത്ത്, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കുറുക്കായിരുന്നു നമ്മുടെ മെയിൻ ഒരു ഐറ്റം. മെയിൻ ഐറ്റം ആയിരുന്നു വീട്ടിൽ. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ഓടി അടുക്കളയിലോട്ടായിരിക്കും തന്നെ. അപ്പോൾ ആ സമയത്ത് അവിടെ അമ്മച്ചി ചിലപ്പോൾ കുറുക്കുണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് കാണുന്നുണ്ടല്ലോ. അപ്പം തന്നെ ആ കലത്തിന് ബുക്കിംഗ് ആണ്. ബുക്കിംഗ് എന്തിനാണെന്നറിയാമോ? പിറ്റേ ദിവസം രാവിലെ കലം പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചേട്ടന്മാർക്ക് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യണത്. അപ്പോൾ ആദ്യം കാണുന്നവൻ തന്നെ ആദ്യമേ ബുക്ക് ചെയ്തേക്കണം, അല്ലെങ്കിൽ പിന്നെ അത് കിട്ടത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ്, അങ്ങനത്തെ കഥകളൊക്കെ കുറേ ഉണ്ട് ഈ കുറുക്കിന്. ഇത്തിരി ഉപ്പുകൂടി ഇടും. ഇത്തിരി ഉപ്പ് വേണം, എന്നാലും അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. ഉപ്പുകൂടി ഇട്ടേ. മതി. ഒരുപാട് ഉപ്പ് ഇപ്പോൾ ഉണ്ടാവും. ഞാൻ അല്പം ഒന്ന് വായിലൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ടേ, ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കിണ്ടേ. ഇത്തിരി എടുത്ത് നോക്ക്. ടേസ്റ്റ് ഉണ്ടോ? അടപ്പത്തൊട്ട് കടിക്കോ. അപ്പം അങ്ങനെ നമ്മുടെ കുറുക്കിൻ്റെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പത്ത് വെച്ചൊന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കുറുക്കിൻ്റെ ഐറ്റംസ് എല്ലാം കലത്തിലാക്കി അത് തേങ്ങാപ്പാലിൽ നല്ലപോലെ കലക്കിയെടുത്തിട്ട് അടപ്പത്ത് കയറ്റിയേക്കണേ. ഇനി ഇതിൽ നിന്ന് കയ്യിലെടുക്കാൻ പറ്റത്തില്ല. കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും. അപ്പോൾ അടുക്കി പിടിക്കാണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ പയ്യെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ അമ്മോ, പണ്ടൊക്കെ അമ്മച്ചി ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു കലം നിറഞ്ഞ ഉണ്ടാക്കി വെക്കണതേ. കലം എന്ന് പറഞ്ഞാൽ 5-6 പേര് കഴിക്കണ്ടല്ലേ. അപ്പോൾ വലിയ കലത്തിൽ നിറച്ചായിരിക്കും കുറുക്കുണ്ടാക്കണത്. ഇതാണെങ്കിൽ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നേരം കുറേ എടുക്കും. കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറുക്കും കാത്ത് എല്ലാം ഇങ്ങനെ അടുക്കളപ്പുറത്ത് നോക്കിയിരിക്കുന്നു. ഒന്നായിട്ട് വേണമെന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട്. പിന്നെ തണുക്കണ്ടേ? എന്നുവെച്ച് ഇത് ഇളക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലേ. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ മതി. എന്നിട്ടിങ്ങനെ ഇളക്കി ഇങ്ങനെ ചൂടായി വരുന്നതോറും ഇത് ടൈറ്റായി വരും. അപ്പോൾ നമ്മുടെ കുറുക്ക് ഓക്കെ ആവും.
അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ഐറ്റം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ കുറുകി നല്ല പരുവമായിട്ട് വരുന്നുണ്ട്. ഇത് ചെറിയ തീയിലിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കുറുകി പോകും. അപ്പോൾ ഐറ്റം വേകാണ്ട് വരും അങ്ങനെ വന്നാലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഇതുണ്ട്. ഇപ്പം ചെറിയ കലത്തിയിട്ട് ഇളക്കിയിട്ട് കൈ കഴിച്ചിട്ട് പാടില്ല. അമ്മച്ചൊക്കെ എന്തോരം പണിയെടുക്കണ്ടല്ലോ. വലിയ കലത്തിൽ കിടന്ന് അടപ്പത്തിട്ട് കത്തിച്ച് വിറകും വെക്കും. അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തോരം പണിയെടുക്കണം. ഇപ്പൊ കുറുക്ക് നല്ല പാകമായിട്ടുണ്ട്. ഇത് വെറുതെ കോരിക്കോരി ഞാൻ കുടിച്ചാണ്ടല്ലോ എൻ്റെ സാറേ. വയറ് വെറുതെ സന്തോഷം പറഞ്ഞാൽ പണ്ടൊക്കെ കുറുക്കടിച്ചോടല്ല കിറങ്ങിയിരിക്കണേ. എന്തോരം കുറുക്കാ പിടിക്കണത്. ഈ കുറുക്ക് ഉണ്ടാക്കുമ്പോ തന്നെ കലത്തിന്റെ ഓർഡർ എടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം ആകാൻ വേണ്ടിട്ട് ഇരുപിടിച്ചിരിക്കണേ കുറുക്കടിക്കാൻ വേണ്ടിട്ട്. ചേട്ടന്മാർക്കൊക്കെ അതിൽ നിന്ന് ഒരു ചെറിയ പങ്ക് കൊടുക്കും. ബാക്കിയുള്ള കലം നമുക്കാണ്. അപ്പൊ ആര് ഓർഡർ കൊടുത്താൽ അവർക്ക് കിട്ടും കലം. അല്ലാണ്ട് നടക്കുന്നില്ല. ആദ്യം ഇത് ആരാണ് അടുക്കള ചെന്ന് ഇത് കാണുന്നത്? അമ്മച്ചി കുറുക്കിന്റെ ഐറ്റം ഉണ്ടാക്കുമ്പോൾ ആരാണ് ആദ്യം കാണുന്നത്? അവൻ ആദ്യം ഓർഡർ കൊടുക്കും. അവൻ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കലം പിന്നെ അവന് സ്വന്തം പിറ്റേ ദിവസം രാവിലെ അവനിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാം. ആരും ആ കലത്ത് തൊടത്തില്ല. ചാപ്പത്തിയ. അപ്പൊ അങ്ങനെ നമ്മുടെ കുറുക്ക് ഏകദേശം റെഡിയായി. ഇനി ഇവരെ നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് വിളമ്പി ഒഴിച്ചങ്ങ് അടിച്ചേണ്ടത്. ഇങ്ങനെ ഒരു പൊട്ടൽ പൊട്ടുന്നുണ്ടേ. ഒന്ന് കാണിച്ചത് ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ഇപ്പൊ ബബിൾസ് വരും. കണ്ട അതാണ് എന്റെ പാകം. കണ്ട അപ്പൊ കുറുക്ക് റെഡി ആയിരിക്കാണ്. ഇനി നമുക്കിത് കഴിച്ചിട്ട് ബാക്കി വരും പറയാട്ടാ. ഓക്കേ പൊന്നു കൂട്ടുകാരെ, പണ്ടൊക്കെ കാലത്ത് നിങ്ങൾ കോരി നമ്മുടെ കിണ്ണത്തിലോട്ട് മാറ്റം വേണ്ടല്ലോ. ആ ഒരു സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതൊന്ന് തണുത്ത് കിട്ടിയാലേ കോരി കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വലിയ പാടാണ് അതൊന്ന് തണുക്കാൻ വേണ്ടി. അപ്പൊ അതിങ്ങനെ നാക്കുകളും അപ്പൊ എല്ലാരും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നാക്കൊക്കെ പൊള്ളാതെ സൂക്ഷിക്കുക. അല്ലാണ്ട് നാക്ക് പൊള്ളിയിട്ട് ഞങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടാ. ഒക്കെ നിങ്ങളെ ഉത്തരവാദിത്തമാണ്. അത് കുറുക്കുണ്ടാക്കി നല്ല രീതിയിൽ കഴിക്കുക. അപ്പോ ഇനിയിപ്പോ ഈ കുറുക്ക് കഴിച്ചിട്ട് ഇതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഓക്കെ അടിച്ച് നിർത്തിയണേ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുറുക്കാശംസകൾ. നമുക്ക് മഴത്തിരുന്ന വെയിലത്തിരുന്ന അല്ലെങ്കിൽ വെട്ടി വേർത്തിരുന്ന എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അടിപൊളി. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ വണക്കം. എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ, അപ്പൊ നമ്മുടെ കുറുക്ക് സക്സസ് ആണെന്ന് പറയുന്നത് കേട്ടാ. പണ്ട് അമ്മച്ചി ഉണ്ടാക്കി തന്ന് കഴിച്ച ശീലം മാത്രമേ നമുക്ക് ഉള്ളൂ. ഇതിപ്പോ നമ്മളങ്ങനെ ഉണ്ടാക്കുകയാണേ. അപ്പൊ സംഭവം ഓക്കെയാണ്, സൂപ്പറാണെന്ന് പറയുന്നത്.